ഇതെന്താന്ന് പറ. ഇത് പച്ചടിയാണ്. എന്ത് പച്ചടിയാന്ന് പറ. ഇത് ഇതിനകത്തിരിക്കുന്ന പച്ചക്കറി ഒരു ക്ലൂ തരാം. ഇതിനകത്ത് 2 പച്ചക്കറി ഉണ്ട്. എന്താന്ന് പറ. പച്ചക്കറിയോ? പച്ചക്കറി തന്നെ. കോമൺ ആയിട്ട് നമ്മള് പച്ചടി ഉണ്ടാക്കുന്നത് ബീട്രൂട്ട്, വെള്ളരിക്ക അതൊക്കെ വെച്ചിട്ടാണ്. ഷെഫ് ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ചൈനീസിൽ നിന്ന് വരെ സാധനങ്ങൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ തരാം. എന്താന്ന് പറയെങ്കിൽ ഇത് കഴിച്ചിട്ട് 2 തരം പച്ചക്കറി, ഇത് 2 തരം ഉണ്ട്. ഇതെന്താന്ന് ഒരു ഗസ് ചെയ്യാമെങ്കിൽ വനജയ്ക്ക് ഇച്ചിരി ബുദ്ധിയെങ്കിലും ഉണ്ടെന്ന് ഞാൻ പറയും. എഴുതി തരാനാണോ? ഹെൽപ്പ് ചെയ്യാവോ? അപാര ടേസ്റ്റ്. അതൊന്നും ടേസ്റ്റിനെ കുറിച്ചല്ല. ഇത് എന്താ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് പറ. മെയിൻ വെള്ളരിക്ക, വിചാരിക്കാത്തൊരു സംഭവമായിരിക്കും. പറഞ്ഞില്ലെങ്കിൽ പോയി അവിടെ ഇരുന്ന് കണ്ടാ മതി. ഞാൻ ഇച്ചിരി സത്യസന്ധയായിപ്പോയി. എനിക്ക് കാണാന്നോണ്ട് അവിടെ ഇരിക്കുന്നത്. എന്താന്ന് പറ, പേര് പറ. അത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. മറ്റേ അതിന്റെ കൂടെ ഉള്ളത് എന്താ? ഡ്രാഗൺ ഫ്രൂട്ട്. ഗുരുവിനകത്ത് ഇലാമപ്പഴം വല്ല ഷെഫായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാനും ഷെഫും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മള് ഒന്നാകും, ഇടയ്ക്കിടയ്ക്ക് നമ്മള് തെറ്റും. അത് കണ്ടിട്ട് ഇത് ഒരൈറ്റം എനിക്ക് കിട്ടിയില്ല. കണ്ടിട്ട് ഇത് ചെത്തി വെച്ചേക്കുന്നോണ്ട് ഗസ് ചെയ്യാൻ പറ്റില്ല. അത് കരിക്കിന്റെ ടേസ്റ്റ് കിട്ടിയില്ല. ഇത് പക്ഷെ ഇതിനകത്ത് ഒന്ന് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ്. പിന്നെ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് ഇത് കണ്ടോണ്ട് മാത്രം പറഞ്ഞ LG കൂട്ടായ ഇട്ടിട്ടുണ്ടോ? അതങ്ങ് തിരിച്ചറിഞ്ഞില്ലേ? അതെ, അതിന്റെ ഫ്ലേവർ ഇതിനകത്തുണ്ട്. ശരി, ബാക്കി അവിടെ അവസാനം കാണുമ്പോൾ ഒന്നുകൂടെ റെസിപ്പി പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടാ മതി. ഓക്കെ. അതെ, നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ കുടുംബങ്ങളുടെ വിശ്വാസം നേടിയെടുത്തൊരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് LG കായം. ഇത് ഈ ഒരു ചേരുവ കൊണ്ട് മാത്രം. LG കൂട്ടുകായം എന്നാണ് പറയേണ്ടത്. അതെ, LG കൂട്ടുകായം. നമ്മൾ ഇങ്ങനെ ചെല്ലപ്പേര് വിളിക്കത്തില്ല, LG എന്ന് പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ കിട്ടും. പ്രത്യേകിച്ച് ഈ കറിയുടെ മുമ്പിൽ നിന്ന് പറയുവാണെങ്കിൽ അത് ഗസ് ചെയ്യാവുന്നതേ. LG കൂട്ടുകായം ഈ ഒരു ചേരുവ മാത്രം മതി നമ്മുടെ ആ ട്രഡീഷണൽ സ്റ്റൈലും ആ ഒരു തനിത രുചിയൊക്കെ നമ്മുടെ കറിക്കായാലും ബാക്കി ഏത് ഡിഷാണോ ഉണ്ടാക്കുന്നത് അതിന് കിട്ടാൻ. ഒന്ന് ട്രൈ ചെയ്യാൻ കേട്ടോ. ഇപ്പൊ ഓണമെന്നല്ല, ഏത് ഡെയിലി നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷിൽ ഇത് ചേർത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ രസം ആയിക്കോട്ടെ, സാമ്പാർ ആയിക്കോട്ടെ, ഇതുപോലുള്ള പച്ചടി, കിച്ചടി അങ്ങനെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും, നല്ല സ്വാദായിരിക്കും. ഈ ഒരു ഓണത്തിന് മറന്നു പോകണ്ട LG കൂട്ടുകായം. നിങ്ങളും ട്രൈ ചെയ്തിട്ട് അനുഭവിച്ചറിയണം കേട്ടോ. അനുഭവിച്ച് തന്നെ അറിയണം, രക്ഷയില്ല. കഴിച്ച് നോക്കിയിട്ട് ആസ്വദിച്ചിട്ട് എന്നോട് പറയണം. പിന്നെ ഞാൻ പറഞ്ഞു ആ പാട്ടിൻ്റെ കാര്യം കേട്ടോ, അത് ഞാൻ വെയിറ്റ് ചെയ്യുവേ. എനിക്ക് വാക്ക് തന്നാണ് ടിപ്പ്. 1-2 ഞാൻ മൂളൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ബാക്കി ഓക്കെ. ഷെഫ് ഇപ്പൊ നടക്കേണ്ട കാര്യങ്ങൾ. സന്തോഷം. അവിടെ കാണും, പഠിപ്പിച്ചിട്ടേ പോകാവുള്ളൂ. എപ്പിസോഡിലെങ്കിലും ഉടായ്പില്ലാണ്ട് വരണേ പ്ലീസ്. നമ്മുടെ പച്ചടി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് അതിന്റെ ഒരു കൺസിസ്റ്റൻസി ഇളക്കുമ്പോ ഇങ്ങനെ ഇളവി ഇങ്ങനെ നിൽക്കണം. എന്നാൽ അവിടുത്തെ സ്പൂണിൽ നിൽക്കുകയും വേണം. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഷെഫ് ഇങ്ങനെ ഓരോരോ ഡിഷ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് മുന്നിൽ വെക്കുമ്പോൾ റെസ്റ്റോറൻറ്റിലാണെങ്കിൽ പോലും അതിൻ്റെ പ്രസൻറ്റേഷന് തന്നെ എപ്പോഴും ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കും ഇങ്ങനെ പ്രസൻറ്റേഷന് വേണ്ടി. ആ ഒരു ആൾക്ക് ഒരു ഐ അപ്പീലിംഗ്. ഫൈനലി നമ്മൾ എത്ര ടേസ്റ്റ് ആണെങ്കിലും ആദ്യം ആ കാഴ്ചയിൽ ഒരു ഭക്ഷണം കാണുമ്പോൾ ഒരു ഫസ്റ്റ് ആ ഭക്ഷണത്തോട് ഒരു പ്രിയം തോന്നുമ്പോൾ തന്നെ പകുതി അങ്ങ് ഇഷ്ടപ്പെടും. പിന്നീട് അതിൻ്റെ സുഗന്ധം മൂക്കിലൂടെ കിട്ടുന്നു. അവസാനമാണ് കഴിക്കുക. കാഴ്ചയിലൂടെയും അതിൻ്റെ ആരോമയിൽ കൂടെ അതിൻ്റെ ഇൻഫ്യൂസ് ചെയ്ത ഫ്ലേവർ കൊണ്ട് നമ്മൾ ഒരാളെ സന്തോഷിപ്പിക്കണം. എന്നിട്ടാണ് രുചിയിൽ വരിക. അപ്പോൾ ഇതുകൊണ്ട് പ്രസൻറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ആ ടെക്സ്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൻ്റെ റെസിപ്പി ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്. ഇത് നമ്മുടെ ഒരു ഫ്യൂഷൻ പച്ചടിയാണ്. ഡ്രാഗൺ ഫ്രൂട്ടും റംബൂട്ടാനുമാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടും ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കുക. ആദ്യം ഒരു ചട്ടിയിൽ ഈ 2 ഫ്രൂട്ടും ഒരല്പം വെള്ളവും ചോപ്പ് ചെയ്ത പച്ചമുളകും ഉപ്പും ഇട്ടൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കുക. തേങ്ങ, കടുകും ജീരകവും ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം കട്ടിയുള്ള മിൽക്കി മിസ്റ്റിൻ്റെ തൈര് നിങ്ങൾ മിക്സ് ചെയ്ത് മാറ്റുക. അപ്പോൾ ഈ പച്ചക്കറി അങ്ങോട്ട് വേവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഫ്രൂട്ട് അങ്ങോട്ട് വെന്ത് ഒന്ന് കറക്റ്റായിട്ട് സോഫ്റ്റായിട്ട് വേവുന്ന സമയത്ത് അരപ്പിട്ടിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്ത് ഇളക്കാണ്ട് തീ അണച്ച് വയ്ക്കുക. അതിനുശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വത്തൽമുളകും കറിവേപ്പില ഇട്ട് താളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മിക്സ് ചെയ്ത തൈര് ചേർത്ത് തീ അണച്ച് വയ്ക്കുക, മിക്സ് ചെയ്യാണ്ട്. അപ്പോഴത്തേക്ക് വത്തൽമുളക് നന്നായിട്ട് ചുമന്ന കളറിലെത്തുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ലേശം LGയുടെ കൂട്ടുകായം ചേർത്ത് താളിപ്പ് ഇതിലേക്ക് ഒഴിച്ച് ഒരു 2 മിനിറ്റ്സ് ഇൻഫ്യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്താൽ ഒരു സ്പെഷ്യൽ ഈ ഒരു ഓണത്തിന് ഒരു പുതിയ ഫ്ലേവറുള്ള ഒരു റംബൂട്ടാൻ്റെ പുളിയും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇളം മധുരം കലർന്ന ഒരു അടിപൊളി പച്ചടി ഇലയിൽ വിളമ്പാൻ പറ്റിയ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം.